പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഏവർക്കും ഹൃദ്യമായ ആശംസകൾ നേരുന്നു. കാത്തിരിപ്പിന് വിരാമമാകുകയായി. 5, 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന മികവിനും വ്യക്തിത്വ വികസനത്തിനും കരിയറിനും ഊന്നൽ നൽകിക്കൊണ്ട് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലായും അതുപോലെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും സംയുക്തമായി തയ്യാറാക്കുന്ന പാഠ്യപരിശീലന പദ്ധതിയായ ബ്ലൂമിംഗ് മൈൻഡ്സിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും സ്വദേശത്തായാലും വിദേശത്തായാലും ഗുണനിലവാരത്തിലും മികവിലും കാര്യക്ഷമതയിലും വളർന്നു വരേണ്ടതും ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമാകുന്ന വിധത്തിൽ നല്ല ജോലി സമ്പാദനത്തിനും വ്യക്തിത്വ വികസനത്തിനും സഹായകമാകുന്ന വിധത്തിൽ അവരുടെ പരിശീലനം തുടക്കം മുതൽ ക്രമമായി ചിട്ടയായി നടത്തേണ്ടത് ഇന്നിൻ്റെ അടിയന്തര സ്വഭാവമുള്ള കാര്യമാണ്. 364 പേരെ ഇന്ത്യൻ സിവിൽ സർവീസ് രംഗത്തിന് സംഭാവന ചെയ്ത പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മികവിൻ്റെ കേന്ദ്രമാണ്. IAS, KAS, PSC തുടങ്ങിയ പരിശീലനത്തോടൊപ്പം 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന പദ്ധതികൾ, കർമ്മ പദ്ധതികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭംഗിയായി ചിട്ടയായി ക്രമപ്പെടുത്തിയിരിക്കുന്നു. 5 മുതൽ 8 വരെ പഠിക്കുന്ന കുട്ടികളുടെ മികവിന് ഏറ്റവും സഹായകമാകുന്ന ഒരു പാഠ്യപദ്ധതിയാണ് വിടരുന്ന മനസ്സുകൾ, ബ്ലൂമിംഗ് മൈൻഡ്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ പഠനം വേണ്ട വിധത്തിൽ പുരോഗമിക്കാനായിട്ട് അതിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്ന അനുഭവങ്ങൾ വിരളമല്ല. പഠിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനങ്ങൾ, ഗ്രാമറുകൾ അല്ലെങ്കിൽ ഭാഷാ പരിജ്ഞാനം അതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പഠനം പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യങ്ങൾ വിരളമല്ല. ബ്ലൂമിംഗ് മൈൻഡ്സിലൂടെ 105 ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സിലും 5 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ നമ്മൾ നൽകുന്നത്. ഈ 105 ക്ലാസ്സുകളിൽ 75 ക്ലാസ്സുകൾ കുട്ടികൾ പഠിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളാണ്. പാഠ്യപുസ്തകങ്ങൾ നേരിട്ട് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിലും അവർ പഠിക്കുന്ന വിഷയങ്ങളെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക്, അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ആഴത്തിൽ ഉറപ്പിക്കുക, അങ്ങനെ പഠനം കുറച്ചും കൂടി എളുപ്പമുള്ളതാക്കി തീർക്കുക. അതാണ് ഇതിലൂടെ നമ്മൾ ഉന്നമിക്കുന്നത്. 30 ക്ലാസ്സുകൾ വ്യക്തിത്വ വികസനത്തിനും കാര്യക്ഷമതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ്. ഈ ക്ലാസ്സുകളിലൂടെ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ മികവിൻ്റെ കാര്യത്തിൽ, ഗുണനിലവാരത്തിൽ ഒരുപാട് വളർച്ച നേടുന്നതിന് യാതൊരു സംശയവുമില്ല. ലോകം പുരോഗമിക്കുന്നത്, സമൂഹം സുസ്ഥിരമാകുന്നത്, കുടുംബം കെട്ടുറപ്പ് നേടുന്നത് വ്യക്തികൾ ഗുണനിലവാരത്തിലും മൂല്യബോധത്തിലും ആഴപ്പെടുമ്പോഴാണ്. പുതുതലമുറ ദിശാബോധത്തോടെ വളർന്ന് സമഗ്ര പുരോഗതി കൈവരിക്കുമ്പോഴാണ്. ഈ ഒരു ഉദാത്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ, താഴ്ന്ന ക്ലാസ് മുതൽ നല്ല ദിശാബോധത്തോടെ, ലക്ഷ്യബോധത്തോടെ
കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് വളർന്നു വരുമ്പോഴാണ് നമ്മുടെ മക്കൾ ഈ രാജ്യത്തിന്, സമൂഹത്തിന്, ലോകത്തിന് പ്രതീക്ഷ നൽകുന്നവരാകുന്നത്. ക്വാളിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ മൂല്യം ഒരു പരിധിവരെ നിർണ്ണയിക്കുന്നത് ഗുണനിലവാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗുണനിലവാരം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പഠന പദ്ധതിക്ക്, ഓൺലൈൻ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഏത് കൊച്ചിനും പഠിക്കാനായിട്ട് ഉള്ള സാഹചര്യം അതാണ് സിവിൽ സർവീസ് ഒരുക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ടവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അവസരം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ്. മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും കുട്ടികളെ ഇതിലേക്ക് കൂടുതൽ താല്പര്യത്തോടെ പറഞ്ഞയക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക. ഈ ഒരു കോഴ്സിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുക. ഒരുപാട് അധ്യാപകരുണ്ട്, പ്രഗത്ഭരമായ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തവർ. ഇതിന് എല്ലാ വിധത്തിലും ഇതിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന കോർ ഗ്രൂപ്പ് ആയിട്ടുള്ള നമ്മുടെ തന്നെ കോർപ്പറേറ്റിൽ പഠിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള അധ്യാപകരുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫ്, അവരെല്ലാവരും ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഒരേ മനസ്സോടുകൂടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വയ്ക്കുന്ന മികവിൻ്റെ, ഗുണനിലവാരത്തിൻ്റെ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി സാക്ഷാത്കരിക്കാനായിട്ട് ഇടയായത്. ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മുടെ ഇളം തലമുറയ്ക്ക് സാധിക്കട്ടെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന പദ്ധതികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നുണ്ട്. LSS, USS വിന്നേഴ്സ് മീറ്റ്, ബ്ലൂമിംഗ് മൈൻഡ്സ്, ബ്യൂട്ടിഫുൾ മൈൻഡ്സ്, 10ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്കുള്ള യുറേക്ക ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കുട്ടികളുടെ അഭിരുചികൾ, കഴിവുകൾ കണ്ടെത്തി 10ന് ശേഷം അവർക്ക് തിരഞ്ഞെടുക്കേണ്ട, പോകേണ്ട വഴികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നൽകുക. അതാണ് ആ പ്രോഗ്രാമിന് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ 11-ലായിരിക്കുന്ന കുട്ടികൾക്ക്, +1 പഠിക്കുന്ന കുട്ടികൾക്ക് 2 ഡിറക്ഷനിൽ മുന്നോട്ട് പോകാം. IAS താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും നടത്തപ്പെടുന്നുണ്ട്. ഇനി IAS താല്പര്യമില്ല, മറ്റ് മേഖലയിലേക്ക് ഉന്നമിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് ടീംസ് എന്ന ഒരു പ്രോഗ്രാം ഈ വർഷം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. +1 വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ കഴിവുകളെയും സാധ്യതകളെയും പരമാവധി വളർത്തി അവരെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും മുൻനിരയിലെത്തിക്കാനും സ്വയം തീരുമാനങ്ങളെടുക്കാൻ പ്രാപ്തരാക്കാനുമുള്ള വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് സ്മാർട്ട് ടീംസ്. അതുപോലെ മെറാക്കി, ദ ക്രിയേറ്റീവ് ടച്ച്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 4 ദിവസത്തെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന ഏറ്റവും അവസാനത്തെ മെറാക്കി ക്യാമ്പിൽ 150ഓളം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുത്തു. കേരളത്തിലെ സമുന്നതരായിട്ടുള്ള IAS, IPS, IFS, IRS ഉദ്യോഗസ്ഥരാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പഠന കർമ്മ പദ്ധതികളിലൂടെ നമ്മുടെ തലമുറയുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉന്നമിക്കുന്നത്. പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മികവിൻ്റെ കേന്ദ്രമാണ്. ഈ മികവിലേക്ക്, ഈ ക്വാളിറ്റിയിലേക്ക് ഈ ദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾ ആരംഭിക്കുന്ന ഈ ഓൺലൈൻ കോഴ്സിന്
എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു. Hi students, my name is Needu K. Joseph. Today we are going to learn a new topic in chemistry. Are you ready? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? റെഡി ആണെങ്കിൽ ഇച്ചിരി എനർജിയോടെ പറഞ്ഞേ. റെഡി? ഓക്കെ, വെരി ഗുഡ്. മക്കളെ സ്ലൈഡിലോട്ട് നോക്കിക്കേ. വാട്ട് ഇസ് ദിസ്? This is a picture of Burj Khalifa, one of the tallest building in the world. ഇതോ? ബോയ്സിന് മിക്കവാറും അറിയാം, ഗേൾസിനും അറിയാം കേട്ടോ. These are pictures of the stadiums in Qatar. നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്ന സ്റ്റേഡിയത്തിന്റെ പിക്ചേഴ്സ് ആണ് ഇതെല്ലാം. ഇത് രണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കുക, ഈ ബിൽഡിങ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റോൺ, സിമെന്റ്, അങ്ങനെ പല ആൻസേഴ്സ് നിങ്ങളുടെ മനസ്സിലോട്ടുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് പറയാം, ഈ ബിൽഡിങ്സ് എല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്. നോക്കിക്കേ, they are ബാഹുബലി ക്യാരക്ടേഴ്സ്. മിസ് ബാഹുബലി ഫിലിം കാണിക്കാൻ പോവുകയൊന്നുമല്ല. ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ്. ഈ ക്യാരക്ടേഴ്സിനെയും കൂടെ നോക്കിക്കേ, ധീര, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അയൺമാൻ. ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ആ ഫിലിമിൽ അല്ലെങ്കിൽ അവിടെ ദേ ആർ വാരിയേഴ്സ്, അല്ലേ? അവര് യോദ്ധാക്കളാണ്, യുദ്ധം ചെയ്യുന്നവർ. അപ്പോൾ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു കവചം അല്ലെങ്കിൽ പടച്ചട്ട, ഒരു ആർമർ ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? സൂക്ഷിച്ചു നോക്കിക്കേ, ഇല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? അമ്പും വില്ലും തോക്കിന്റെ വെടിയുണ്ട് എല്ലാം കൂടെ അവരുടെ നെഞ്ചിലോട്ട് തടച്ചു കയറും. They will die. So in order to protect themselves they wear an armor. Am I right? So ഈ പടച്ചട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചേ. പേപ്പർ കൊണ്ടാണോ? ക്ലോത്ത് പീസ് കൊണ്ടാണോ? അല്ല, അത് സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ആ പടച്ചട്ടകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? സോ ഈ സ്ലൈഡിൽ കൂടെ എല്ലാം പോയപ്പോൾ മിസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു വേർഡാണ് സ്ട്രോങ് മെറ്റീരിയൽസ്. സ്ട്രോങ് മെറ്റീരിയൽസ്. സോ ദാറ്റ്സ് ദ ബേസിസ് ഓഫ് അവർ ടുഡേസ് ടോപ്പിക്. വി ആർ ഗോയിങ് ടു ലേൺ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. സോ materials can be classified into 3: metals, non-metals and metalloids. First of all, we are going to talk about metals. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മെയിൻ ആയിട്ട് മെറ്റൽസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ we are going to deal about the physical properties of metals. റെഡി അല്ലേ? ഉഷാറായിരിക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ദേ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പോർഷൻ തീർക്കുന്നതായിരിക്കും. സോ ഇതാണ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആസ് എ നട്ട്ഷെൽ. നോക്കിക്കേ, what are the properties of metals? They are hard, lustrous, malleable, ductile, sonorous and good conductors. നമുക്ക് ഇത് ഓരോന്നായിട്ട് നോക്കാം. First of all, the hardness. Metals are very hard. Example, iron. ഒരാണി നിങ്ങൾ എടുത്തേ, അതിനെ ഇങ്ങനെ ഒടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, നോ. അലുമിനിയം വെസൽ നിങ്ങളുടെ അടുക്കളയിലുണ്ട്. കൈ എടുത്തിട്ട് ഒരു ഇടി കൊടുത്താൽ അലുമിനിയം വെസൽ ബ്രേക്ക് ആവുമോ? ഇല്ല. സോ മെറ്റൽസ് ആർ വെരി ഹാർഡ് ഇൻ നേച്ചർ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റൽസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് അയൺ, കോപ്പർ. ദെൻ ഒരു എക്സെപ്ഷൻസ് ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം. ഈ സോഡിയം പൊട്ടാസ്യം മെറ്റൽസ് ആണ്. പക്ഷേ നമുക്ക് ലബോറട്ടറിയിൽ ഒരു ചെറിയ നൈഫ് വെച്ച് ഇവരെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. സോ ഇവർ ഹാർഡ് അല്ല, ദേ ആർ സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇതൊരു എക്സെപ്ഷൻ ആണ്, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത പ്രോപ്പർട്ടിയാണ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. മോസ്റ്റ്ലി മെറ്റൽസ് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. നിങ്ങൾക്കറിയാം 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്: സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ്, അതായത് എല്ലാ മെറ്റൽസും, ഭൂരിഭാഗം മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഖരാവസ്ഥയിൽ. പക്ഷേ വൺ എക്സെപ്ഷൻ ഈസ് ദെയർ, മെർക്യൂറി. മെർക്യൂറി ഒരു ലിക്വിഡ് മെറ്റൽ ആണ്. നമ്മുടെ തെർമോമീറ്ററിലൊക്കെ മെർക്യൂറി എന്ന മെറ്റൽ ആണ് ഉപയോഗിക്കുന്നത്. വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെർക്യൂറി മെറ്റൽ? ദാറ്റ്സ് എ ലിക്വിഡ് മെറ്റൽ. സിമ്പിൾ അല്ലേ? അടുത്ത പ്രോപ്പർട്ടിയാണ് ലസ്റ്റർ. വാട്ട് ഈസ് ലസ്റ്റർ? ദ ഫ്രഷ്ലി കട്ട് സർഫേസ് ഓഫ് ദ മെറ്റൽസ് വിൽ ഹാവ് എ ഷൈനി അപ്പിയറൻസ്. അതായത് ഒരു മെറ്റലിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് മുറിക്കുവാണെങ്കിൽ ആ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത പോർഷനിൽ നമുക്കൊരു തിളക്കം, ഒരു ഷൈനി അപ്പിയറൻസ് കാണാൻ പറ്റും. ഒന്നും നോക്കണ്ട, ഗോൾഡ്, സിൽവർ നിങ്ങൾ നോക്കിക്കേ, ഗോൾഡ്, സിൽവർ, അതിൽ തന്നെ ഒരു ഷൈനി അപ്പിയറൻസ് ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഓർണമെന്റ്സ് മേക്ക് ചെയ്യാനായിട്ട് ഗോൾഡിനെയും സിൽവറിനെയും യൂസ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. വീട്ടിലൊരു കോയിൻ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, ആ കോയിൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ട് അങ്ങ് ഉരച്ചേ. നോക്കിക്കേ, അവിടെ ഒരു ചെറിയ ഷൈനി അപ്പിയറൻസ് വന്നിട്ടില്ലേ? ഇനി നേരെ അടുക്കളയിലോട്ട് വിട്ടേ. അവിടെ പോയി മൊത്തം പരതരുത്. മിസ് പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ നോക്കണം. വാക്കത്തി, കോടാലി, ഹാൻഡിൽ വിത്ത് കെയർ. ഇപ്പോഴേ പറഞ്ഞേക്കുക, ഹാൻഡിൽ വിത്ത് കെയർ. അതുപോലെ തന്നെ കത്തി. ഇവരുടെയൊക്കെ വായ്ഭാഗം നോക്കിക്കേ, നന്നായിട്ട് തേച്ച് മിനുക്കി കഴിയുമ്പോൾ നല്ല പളപളാന്ന് തിളങ്ങുന്നില്ലേ? യെസ്, അതിന്റെ റീസൺ എന്താണ്? അതെല്ലാം മെറ്റൽസ് ആണ്. Metals have a very good property and that property is called luster. Is it clear? Okay. ഹലോ മക്കളെ, സുഖമായിട്ടിരിക്കുന്നോ? ആർ യു റെഡി ഫോർ ദ ക്ലാസ്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് സിലബസിലും CBSEയിലും ICSEയിലൊക്കെ പഠിക്കുന്ന ഫ്രാക്ഷൻസ്. ഓക്കെ, മലയാളം മീഡിയത്തിലാണെങ്കിൽ നമുക്ക് അതെങ്ങനെ പറയാം? ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. കൂട്ടുകാർ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ ബേസിക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതൊരു ഡൗട്ട് തോന്നിക്കാണു അല്ലേ, ഡിവിഷൻ എടുക്കുന്നില്ലേ സാറേന്ന്? അത് മൾട്ടിപ്ലിക്കേഷൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ചെറിയ രീതിയിൽ അത് പറഞ്ഞു പോകുന്നതായിരിക്കും. എന്നാൽ ക്ലാസ്സിലേക്ക് കയറിയാലോ? സെറ്റാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. ചെറിയൊരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് പാർട്സ് ഓഫ് എ ഫ്രാക്ഷൻ? ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാർട്സുകൾ വ്യക്തമായിട്ട് അറിയണം. എന്തൊക്കെയാണ്? നമുക്ക് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 5/7. 5/7 5 എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്ററും 7 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററും. 5നെ നമുക്ക് അല്ലെങ്കിൽ 5നെ നമുക്ക് അംശം എന്നും വിളിക്കാം. 7 എന്നുള്ളത് ഛേദമാണ്. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. 2/5 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? 2/5ൻ്റെ അംശം ഏതാണ്? 2 അല്ലേ? 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂമറേറ്റർ ആയിട്ടും വിളിക്കാം. 5 എന്നുള്ളതോ അതിൻ്റെ ഡിനോമിനേറ്ററുമാണ്. സാറ് വേറൊരു നമ്പർ എഴുതാം കേട്ടോ. 11/100. 11/100ൻ്റെ അംശം ഏതാണ്? അംശം എന്ന് വെച്ചാൽ നമ്മൾ ഭിന്നസംഖ്യ എഴുതുമ്പോൾ മേളിലുള്ളത് ഏതാണ്? 11 എന്നുള്ളത് എന്താണ്? നമ്മുടെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. അപ്പോൾ 100 എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി അതെന്താണ്? ഡിനോമിനേറ്റർ. മക്കൾ ഓൾറെഡി ഈ വക കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്താണ് അംശമെന്നും എന്താണ് ഛേദമെന്നും അറിയണം. ഓക്കെ, ഇതെന്താണ് ഫോട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിസ്സ. വിശന്നിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 പീസ് തരാം കേട്ടോ. നോക്കേ, പിസ്സ ഞാൻ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ഹൗ മെനി പാർട്സ് ആർ ദെയർ? 8 ഈക്വൽ പാർട്സ് ആർ ദെയർ അല്ലേ? പിസ്സയെ ഞാൻ ഒരു 8 തുല്യ കഷ്ണങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിസ്സയിൽ നിന്ന് ഇതിൻ്റെ നമുക്ക് അഡീഷൻ പഠിച്ചു തുടങ്ങാം കേട്ടോ. നോക്കൂ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, അവിടെ 2 കുഞ്ഞു പിള്ളേരുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും പേരുണ്ടോ? അപ്പു എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ആദ്യത്തെ ആളെ, ആ കൊച്ചിനെ നമുക്ക് അപ്പു എന്ന് വിളിക്കാം. മറ്റേ കൊച്ചപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അമ്മു ആയിരിക്കും. അപ്പോൾ ഒരു ആങ്ങളെയും പെങ്ങളും ഒരു വീട്ടിലുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു പിസ്സ ഉണ്ടാക്കി 8 ഈക്വൽ പാർട്സ് ആക്കി വെച്ചേക്കുക. അപ്പോൾ അപ്പുവിനാണെങ്കിൽ എത്ര പീസ് കൊടുത്തു നോക്കിയേ? 3/8. 8ലെ 3 ഭാഗം ആർക്ക് കൊടുത്തു? അപ്പുവിന് കൊടുത്തു. അമ്മു ഇച്ചിരി കൂടെ കുഞ്ഞു കൊച്ചാണ്, അതുകൊണ്ട് കഴിക്കാൻ എളുപ്പത്തിന് എത്ര പീസ് കൊടുത്തു? 2 പീസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അപ്പുവും അമ്മൂനും എത്ര പീസ് വീതം ഉണ്ട്? അപ്പുവിന് 3/8ഉം അമ്മൂന് 2/8ഉം. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ് കേട്ടോ. നോക്കിയോ, അഡീഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൂനും അമ്മൂനും കൂടെ ഒന്നിച്ച്. നിങ്ങൾ ആദ്യത്തെ ഫോട്ടോ കണ്ടോ? 2 പേരും ഇച്ചിരി കുസൃതി കുരുന്നുകളായിരുന്നുകൊണ്ട് ഇച്ചിരി വഴക്കായിരുന്നു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒന്നിച്ചായി. നോക്കിയേ, അപ്പു അമ്മു കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടോ? അപ്പോഴത്തേക്ക് അവർക്ക് 2 പേർക്കും കൂടെ എത്ര പിസ്സ കിട്ടി? അതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോ, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ കേട്ടോ. 3/8 + 2/8 = എത്രയാണ്? 5/8. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡിനോമിനേറ്റർ ഛേദം എന്നുള്ളത് തുല്യമാണോ എന്ന് നോക്കണം. ഇവിടെ നോക്കിയേ, അപ്പൂന് കിട്ടിയത് 3/8. അപ്പോൾ ഡിനോമിനേറ്റർ എത്രയാണ്? 8 ആണ്. അമ്മൂൻ്റേതോ 2/8 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എത്രയാ? 8 തന്നെ.
അപ്പോൾ 2 പേരുടെയും ഡിനോമിനേറ്റർ തുല്യമാണ്. അപ്പോൾ വളരെ ഈസിയാണ്. 3ഉം 2 കൂടെ കൂട്ടിയാൽ പോരെ? 3ഉം 2 കൂടെ കൂട്ടിയാൽ എത്രയാണ്? വളരെ കറക്റ്റാണ്, 5 ആണ് കേട്ടോ ഉത്തരം. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 5/8 എന്ന് ഉത്തരം കിട്ടും. ഈസി അല്ലേ? എന്നാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ നോക്കിയേക്കാം. മനസ്സിലായെങ്കിൽ ഒരു തമ്പ് തന്നെ. സെറ്റാണ്. പിന്നെ നമുക്കിതിൻ്റെ സബ്ട്രാക്ഷൻ പഠിക്കാം. അഡീഷൻ ഇങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ഷൻ എങ്ങനെയായിരിക്കും? കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ? നോക്കിയോ, സബ്ട്രാക്ഷനകത്ത് ആദ്യമേ നമ്മുടെ പിസ. ഇതൊക്കെ ഇപ്പോൾ 10ൽ 10 മാർക്ക് കിട്ടിയ ടീച്ചർ എങ്ങനെ എഴുതും? 10ൽ 10 ഒക്കെ ഇട്ടിട്ട് ഒരു സ്റ്റാറൊക്കെ ഇട്ട് തരും അല്ലേ? അപ്പോൾ നമ്മുടെ 8 പീസ് പിസയുണ്ട്. 8 പീസിൽ 8 പീസും അവിടെ വെച്ചേക്കുക. കണ്ടല്ലോ. രണ്ടാമത്തെ പിക്ചറിനകത്ത് നോക്കിയേ, 8ൽ 5 പീസ് ആര് കൊണ്ടുപോയി? അപ്പുവും അമ്മുവും കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കിനി എത്ര പീസ് മിച്ചമുണ്ട്? അതാണ് നമ്മുടെ വ്യവകലനം. മാത്സ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ റിയൽ ലൈഫ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചോണം. അപ്പോൾ മാത്സ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും.